ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേ നോക്കിക്കോ ഗൈസ്. കറണ്ട് വേണ്ട, ബാറ്ററി വേണ്ട, സോളാറും വേണ്ട, അങ്ങനത്തെ ഒരു ലൈറ്റ് ഞാൻ കാണിച്ചു തരട്ടെ. ദേ നോക്ക്, കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയുമെന്നാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോണും ഇതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് ₹1 പോലും ചെലവില്ലാതെ നമുക്ക് ലൈറ്റും വർക്ക് ചെയ്യാം, നമ്മുടെ ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. ഏ ഗൈസ്, ദേണ്ട നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ് ദേ എഴുതിയിട്ടുണ്ട് സാൾട്ടി വാട്ടർ ലാൻറ്റേൺ. ഈ മുതലിനെ പുറത്തെടുക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് നമ്മൾ ആ വീഡിയോയിൽ കണ്ട സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഗൈസ് ഇതിന്റെ കൂടെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കിയിട്ട് ഒഴിക്കാനാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ അടപ്പ് തുറന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഉപ്പിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ USB പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓവറോൾ കണ്ടിട്ട് നല്ല രസമുള്ള ലൈറ്റാണ് കേട്ടോ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതിനെ 2 പാർട്ടാക്കി മാറ്റാൻ പറ്റും. ഈ കാറിൻ്റെ ഒക്കെ ബാറ്ററി നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഷെല്ലുകൾ ഉണ്ടാവും. അതുപോലെ ഇതിനകത്ത് 2 ഷെല്ല് കാണുന്നുണ്ട് കേട്ടോ. 2 അറകളായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടേ ഉള്ളിൽ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ട, ഇതിൻ്റെ അകത്ത് ഒരു ബോർഡ് തന്നിട്ടുണ്ട്. ഈ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, 2 സൈഡിലും ഉണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് കണക്റ്റ് ആയിട്ട് വരുന്ന 2 റാഡാണ് ഈ 2 റാഡ്. എനിക്ക് തോന്നുന്നു ഇത് പ്ലസും മൈനസും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഈ 2 വയർ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ 2 ഉള്ളിൽ വരുന്ന 2 അലൂമിനിയത്തിന് 2 സൈഡിൽ വെച്ചേക്കുന്ന ആ പ്ലേറ്റിനകത്തുനിന്ന് വരുന്നതായിരിക്കാം. ഗൈസ് കൂടുതലൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ അകത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ അടയ്ക്കുന്നു, ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിന്റെ കൂടെ ഒരു പ്രത്യേക ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട, ഇതൊരു നല്ല അടിപൊളി സ്പൂണാണ് കേട്ടോ. പിന്നെ ഈ ഒരു പേപ്പറും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ പേപ്പറിനകത്തുണ്ട്. 400 ml 400 ml ആണ് നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കേണ്ടത്. ആ വെള്ളത്തിനകത്ത് എത്ര ശതമാനം ഉപ്പ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവന്മാർ അതിനകത്ത് കാണിക്കുന്നത് ജസ്റ്റ് ഉപ്പിട വെള്ളം ഒഴിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് ഒരു 500 ml വെള്ളം എടുക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. തുടങ്ങിയാലോ? ഈ ലാമ്പിനകത്ത് 400 ml ആണ് കൊള്ളുന്നത്. നമ്മളിതേ ഒരു 500 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ സ്പൂൺ കണ്ട, ഈ സ്പൂൺ കൊണ്ടാണ് നമ്മൾ ഇതിനെ പരിപാടി എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സ്പൂൺ കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ടാൽ മതി. ഇതിപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട് കുറച്ച്. എത്ര ഉപ്പ് ഇടണം, ഇതിനകത്ത് എത്ര ഉപ്പ് വേണം എന്നുള്ള കണക്കൊന്നുമില്ല. നിങ്ങൾ ഐഡിയ പോലെ ഇടാം. വീഡിയോയിൽ 2 സ്പൂണാണ് കാണിക്കുന്നതെന്നാണ് നമ്മൾ അസ്ബീർ പറയണത്. അപ്പം ഞാൻ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. തൽക്കാലം 3 സ്പൂണ് മതി. നമ്മളെ സാൾട്ട് വാട്ടർ റെഡിയാണ് ഇപ്പോൾ. ഇനി നമുക്കിത് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യണം. ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. നമ്മൾ ഫുൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് അടയ്ക്കുന്നു. ഇതിൽ ബാലൻസ് ഉള്ള വെള്ളം ഇതിൽ കൂടെ അങ്ങനെ പുറത്തോട്ട് പോകും കണ്ടോ. അതിനിവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ബാലൻസ് ഉള്ള വെള്ളം ഇത് അടയ്ക്കുന്ന സമയത്ത് പുറത്തോട്ട് പോകും. ഇതിന്റെ പവർ ബട്ടൺ വരുന്നത് ഇത് എവിടെയാണ് കണ്ടോ, ഒരു ഓറഞ്ച് കളറിൽ പവർ ബട്ടൺ വന്നേക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് തെളിയേണ്ടതാണ്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വെളിച്ചം ഉണ്ടാവും എന്നുള്ള അറിഞ്ഞൂടാ. എന്നാലും ഓൺ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് വീടിനകത്ത് കയറിയിട്ട് ഇരുട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. എന്റെ പൊന്നളിയാ, സംഭവം വർക്കേടാ. ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് തരാവേ. ഇപ്പോൾ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് 2 മോഡുണ്ട് കേട്ടോ. ആദ്യം ഒരു വട്ടം നിൽക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തെളിയും. രണ്ടാമതൊരു വട്ടം കൂടെ നിൽക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയി. പിന്നെ ഒന്നുകൂടെ നിൽക്കി കഴിഞ്ഞാൽ ഓഫായി. ഗായ്സ്, ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. സംഭവം മാരക സാധനം, മാരകം. ഇനി കറണ്ട് പോയാലേ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇട്ടാൽ മതി. ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മളെ റൂമിനകത്തൊക്കെ ഇങ്ങനെ വെളിച്ചം കൊണ്ടടക്കാവുന്നതാണ് ഗൈസ്. ഗൈസ്, ഇത് ഇരുട്ടത്ത് വെച്ചിട്ട് നമുക്ക് ഇത് എത്രത്തോളം വെളിച്ചം തരുന്നുണ്ടെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. വീടിന്റെ അകത്തുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇരുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പഴയ വീഡിയോസ് എന്നൊക്കെ മനസ്സിലായതാണ്. ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ.
ഇനി നമ്മുടെ കുട്ടാപ്പിനെ ഞാൻ ഓൺ ചെയ്യാണ്. കുട്ടാപ്പിക്കകത്ത് ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ഇതെന്ത് ലൈറ്റാടേ? ഓൺ ചെയ്യാൻ വേണ്ടി പോവാണേ. എൻ്റെ പൊന്നളിയാ, ഇത് ഫസ്റ്റിലെ മോഡാണ്. ഇനി ഒരു മോഡും കൂടെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഒരു മോഡും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണേ. കുറച്ചുകൂടെ വെളിച്ചം കേട്ടോ. നല്ല വെളിച്ചമുണ്ട് കേട്ടോ ഗൈസ്, സൂപ്പർ. ബാ ഇനി നമ്മുടെ മെയിൻ ഇരുട്ട് റൂമിലേക്ക് കടക്കാണ് ഗൈസ്. ഇവിടെ നല്ല ഇരുടാണ്. എൻ്റെ ഫാനുണ്ട, നല്ല ഇരുട്ടാ കേട്ടോ. നല്ല വെളിച്ചമുണ്ട്. ഇത് ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഓഫായി. ഇപ്പൊ എന്തായാലും കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് നോക്കിക്കോ. ആദ്യത്തെ മോഡാണ്, ഫസ്റ്റിലെ മോഡ്, കുറച്ച് ഡിമ്മായിട്ടുള്ള മോഡ്. ഇത് വിട്ട് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയി. സംഭവം കളർ ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റം. നമുക്ക് എവിടെ വേണേലും ഇങ്ങനെ കൊണ്ടുപോവാം. ഇപ്പൊ മൊത്തത്തിൽ ഓഫാണ്. അത് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അയ്യവ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം പ്രകാശം ഉണ്ടാവും. ഇവിടെ ഇത് നമ്മളെ സ്റ്റോർ റൂമാണ്. ഇതൊക്കെ കാണുന്നുണ്ടോ? നമ്മളൊരു എമർജൻസി ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം വെളിച്ചം ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ ചെലവെന്താ? ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്നത് ഒരു 3-4 സ്പൂണ് ഉപ്പ് മാത്രം നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഒരു കണക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് ഉപ്പ്, ഒരു 500 ഗ്രാമിന്റെ ഉപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം ഒരു മാസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്, സ്ഥിരമായിട്ട് കേട്ടോ. അപ്പൊ നമ്മളിത് പരീക്ഷിച്ച് ഇത് വിജയിച്ചിട്ടുണ്ട്. നല്ല വെളിച്ചം തരുന്നുണ്ട്. ഈ സുനാപ്പിക്കകത്തുനിന്ന് ഇത്രത്തോളം വെളിച്ചം വരുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോർട്ട് ഉണ്ടല്ലോ. ഞാൻ മൊബൈൽ ചാർജ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ഇതിനകത്ത്. നോക്കിയോ, മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടെ സി കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി ആണ് വരുന്നത്. എൻ്റെ ഫോൺ സി ആയതുകൊണ്ട് സി കേബിളാണ് കൊടുത്തേക്കുന്നത്. ചാർജിൽ ഇടാൻ വേണ്ടി പോവാണ്. നോക്കിയോ, ഗായ്സ് അടിപൊളിയല്ലേ? ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടെ കുത്തി കാണിച്ചു തരാം. നോക്കിയോ, കണ്ട 84%. ഇതിപ്പോൾ ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന് ആള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഇവന് ആള് ഗംഭീര സാധനമാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എത്ര മണിക്കൂർ നിർത്താതെ ഉപയോഗിക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. സിംഗിളായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിത് ഈ ഫസ്റ്റ് മോഡിലാണെങ്കിൽ നമുക്ക് 13 മണിക്കൂർ ഈ ഒരൊറ്റ സിംഗിൾ പരിപാടി കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രകാശിപ്പിച്ച് നിർത്താൻ പറ്റും. ഇനി ഈ രണ്ടാമത്തെ ബ്രൈറ്റ് മോഡിലാണെങ്കിൽ നമുക്ക് ഗൈസ് 8 മണിക്കൂർ ഈ സംഭവം ഇങ്ങനെ തന്നെ പ്രകാശിച്ച് നിൽക്കുന്നതാണ് അവർ പറയുന്നത്. ഇത്രത്തോളം മണിക്കൂർ പ്രകാശിക്കുമോ എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. സംഭവം കിടിലൻ സാധനമാണ് ഗൈസ്. ഇപ്പം ഏകദേശം 1 മണിക്കൂറായി നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇത് പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇതുവരെയായിട്ടും ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ മേടിച്ച പൈസക്ക് വർത്തായിട്ടുള്ള സംഭവമാണ് ഈ ഒരു സംഭവം. കാടിനകത്തും അതുപോലെ വേറെ ഏരിയയിലൊക്കെ നമ്മൾ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു 4-5 മണിക്കൂർ നമ്മൾ നിർത്താതെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ എടുത്ത് കളയണം എന്ന് അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പച്ചവെള്ളം കൊണ്ട് ഇതിനകത്ത് ഉള്ളിൽ നല്ലോണം ഇളക്കി കളഞ്ഞ് മൊത്തത്തിൽ കഴുകിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഈ ഇലക്ട്രോ പ്ലേറ്റ്, ഇതിനെ ഇലക്ട്രോ പ്ലേറ്റ് എന്നാണ് പറയുക, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഇലക്ട്രോ പ്ലേറ്റ് ഇതിനകത്തുണ്ട് 2 വശത്തായിട്ട്. ആ 2 പ്ലേറ്റിനും കേട് വരാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് അടിച്ചു പോകും. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് വെക്കണം. ഗൈസ് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ടെസ്റ്റിങ്ങിൽ ഇവൻ